അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യമാണ്. സംരംഭകർ സെൽഫ് ബ്രാൻഡിങ് ചെയ്യണം. പണ്ടൊന്നും ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒരു സംരംഭം നടത്തുന്നവർ അതിൻ്റെ പിന്നിലാരാണ് നമുക്ക് ആർക്കും അറിയില്ലായിരുന്നു. ഇന്ന് സുതാര്യതയുടെ ലോകമാണ്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ആ വലിയ മാറ്റം നമുക്കറിയാം. ഇതിനൊക്കെ ഒരു തുടക്കം കുറിച്ചത് നമ്മളൊക്കെ ഏറെ ബഹുമാനിച്ചിരുന്ന അദ്ദേഹം മരണപ്പെട്ടു പോയി, അറ്റ്ലസ് രാമചന്ദ്രൻ. നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ വളരെ ട്രോൾ ചെയ്യപ്പെടുകയും പക്ഷേ അദ്ദേഹം ഒരു ബ്രാൻഡായി തീരുകയാണ്. ഇതിപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അല്ലേ. ഇപ്പോൾ വീഗാലാൻഡ് ഡെവലപ്പേഴ്സ്, ശ്രീ കൊച്ചോസ് ചെട്ടിലൂടെ അദ്ദേഹത്തിൻ്റെ പടം വെച്ചിട്ടാണ് അത് ബ്രാൻഡ് ചെയ്യുന്നത്. കാരണം അതൊരു വിശ്വസ്തത. ആരാണ് ഇതിൻ്റെ പിന്നിൽ? അദ്ദേഹത്തിൻ്റെ പേര് കാണുമ്പോഴത്തേക്കും ആ ഒരു ഫ്ലാറ്റോ അപ്പാർട്ട്മെൻറ്റോ വാങ്ങാനായിട്ട് ആൾക്കാർ മുന്നോട്ട് വരികയാണ്. കാരണം വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളാണ് സമൂഹത്തിൽ അല്ലേ. കല്യാൺ സെൽസിൻ്റെ പട്ടാഭിരാമൻ സാറൊക്കെ ആ വീവിങ് പ്രോസസ്സിനെ കുറിച്ച് അതിലൂടെ നടക്കുന്നു അല്ലേ. അപ്പോൾ ഇപ്പോൾ എല്ലാ സംരംഭകരും ശ്രദ്ധിക്കുന്ന ഒരു പേഴ്സണൽ ബ്രാൻഡിങ് ആവശ്യമാണ്. കാരണം നമ്മുടെ കമ്പനിയുടെ വളർച്ചയ്ക്ക് സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിൽ അത് സഹായിക്കുന്നുണ്ട്, ഫണ്ടിങ് ഇൻവെസ്റ്റേഴ്സിനെ കിട്ടാൻ അത് സഹായിക്കുന്നുണ്ട് പല രീതിയിലും. അപ്പോൾ ഇന്ന് അതൊരു ഓപ്ഷനേ അല്ല എന്ന് ഞാൻ പറയും. പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യണം.